കാലപ്പഴക്കം ചെന്ന നമ്മുടെ ചില വിഷയത്തിനകത്ത് യേശു കർത്താ കൈവെക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ കണ്ണുമടച്ചുകൊണ്ട് ഈ ദൈവശബ്ദത്തെ ആത്മാവിൽ ഏറ്റെടുക്കാമോ? മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ലൊരു ദിവസം കൂടെ കർത്താവ് നമുക്കിന്ന് ദാനം തന്നിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമ്മളിന്ന് ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള വചനം എടുക്കാൻ പോകുന്നത്. 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഈ കുളത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അതാത് സമയത്ത് ദൂതൻ കടന്നു വന്ന് കുളം കലക്കും. കുളം കലക്കുമ്പോൾ ഏത് വ്യാധി പിടിച്ചവനായാലും ആദ്യം ഇറങ്ങുന്ന മനുഷ്യൻ സൗഖ്യമാകും. അങ്ങനൊരു പ്രത്യേകതയുള്ളൊരു കുളമാണ് ഈ ബെഥേസ്ത എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ പല സ്ഥാപനങ്ങൾക്കും ഒക്കെ ഈ പേരിടാറുണ്ട് അല്ലേ? നോക്കിയേ, 38 വർഷമായിട്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, അവൻ്റെ അവിടെ വന്ന സമയങ്ങളിലുള്ള അവൻ്റെ പ്രതീക്ഷ ഒന്ന് ചിന്തിച്ചേ. എന്താണ് അവൻ്റെ പ്രതീക്ഷ? അടുത്ത ദിവസം സൗഖ്യമാകും, അടുത്ത ദിവസം വിടുതൽ കിട്ടും, ഞാൻ പോകും. അതാണ് 38 ആണ്ടുകൾക്ക് മുമ്പ് അവൻ വന്നപ്പോഴുള്ള അവൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ കാലം മുന്നോട്ട് പോകുന്തോറും പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് പലതും സംഭവിച്ചു. ആദ്യമൊക്കെ അവനെ സഹായിക്കാൻ പലരും ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ ഇവൻ്റെ പരാതിയും പരിഭവവും യേശുവിനോട് പറയുന്നത് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് വെച്ചാൽ ലോകം മുഴുവനും ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ നിനക്കിനി ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയതാണ്. നിങ്ങളോടായി ദൂത് പറയുന്നത് കേട്ടോ. ഒരു സാധ്യതയും നിനക്കില്ല. മറ്റു പലർക്കും കാണുമായിരിക്കും, നിനക്ക് ശേഷം വന്ന പലർക്കും കാണുമായിരിക്കും. നീ പഠിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് പഠിച്ച പലർക്കും സാധ്യതകൾ കാണുമായിരിക്കും. അവരിലേക്കായിരിക്കും അവരൊക്കെ നോക്കുന്നത്. നിന്നെ തഴഞ്ഞിട്ടേക്കുമായിരിക്കും. കുഞ്ഞെ, നിന്നെ കാണുന്ന ഒരാളുണ്ട്, മറ്റുള്ളവരെ കാണാൻ പലരുമുണ്ട്, പക്ഷെ നിന്നെ കാണാൻ ആരും ഇല്ലല്ലേ? പക്ഷേ ഇന്ന് അവിടെ ഒരാൾ വരുന്നുണ്ട്, പേര് യേശു എന്നാ. വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നോടും നിങ്ങളോടും പറയുക, കർത്താവ് പറയുക, നിന്നെ കർത്താവ് കാണും. കർത്താവ് ഒരു വിഷയം കണ്ടാൽ പിന്നെ കണ്ടതുപോലെ ആ വിഷയമായിരിക്കത്തില്ല. അവൻ അടുത്ത് വരും. നോക്കിയേ, കണ്ടു. യേശു അടുത്ത് ചെന്നിട്ട് അവനോട് ചോദിക്കുന്ന പദം കണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഒന്നുകിൽ എന്ത് പറയണം? യെസ്, എനിക്ക് സൗഖ്യമാകണം. നോ, എനിക്കിപ്പോൾ സൗഖ്യമാകണ്ട, കുറച്ചാളുടെ ഇങ്ങനെ കിടന്നോളാം. ഇത് രണ്ടും പറയാതെ എനിക്കാരുമില്ല. അപ്പോൾ അവൻ്റെ പരാതി കണ്ടോ? പലർക്കും പലരും ഉണ്ട്, എനിക്കാരുമില്ല. 2024 ആരംഭ മാസത്തിലെ ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവവൈതലെ, ആത്മനിയോഗത്തോടെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പലരും ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. അവനെ റെക്കമെൻഡ് ചെയ്യാൻ, അവളെ റെക്കമെൻഡ് ചെയ്യാൻ ഇന്ന ആളുണ്ട്, അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ഇന്ന ആളുണ്ട്. എനിക്കാരുമില്ല. എന്നെ സഹായിപ്പാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ഇന്ന ആളുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് കണ്ണുനീരോടുകൂടെ പറയുന്ന ദൈവവൈതലേ, നീ എന്താ യേശുവിൻ്റെ സഹായത്തെക്കുറിച്ച് ചിന്തിക്കാൻ? നിന്നെ സഹായിപ്പാൻ അവരാരുമില്ലെങ്കിലും എന്നെ സഹായിപ്പാൻ കർത്താവുണ്ടെന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് വരാഞ്ഞതെന്താ? അത് നീ മാനുഷിക സഹായം തേടുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എന്നോടും നിങ്ങളോടും 2024 മുഴുവനും ഓടാൻ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സഹായം മനുഷ്യ സഹായമല്ല, ദൈവസഹായമാണ്. സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ്: ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ഹല്ലേലൂയ. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അതെ, പൗലോസ് പറയുന്നൊരു പദമുണ്ട്: ദൈവത്തിൻ്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും വലിയവരോട് ചെറിയവരോടും സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സഹായം വെളിപ്പെട്ട നിരവധി സന്ദർഭങ്ങളിൽ
തൻ്റെ മക്കൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമുക്ക് തിരുവചനത്തിനകത്ത് കാണാൻ കഴിയും. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേദിലെ നിൻ്റെ ലൈഫിനകത്ത് ദൈവത്തിൻ്റെ ഒരു സഹായം വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ. അടുത്ത നിമിഷം കർത്താവിനോട് എന്താ പറഞ്ഞേ? 38 വർഷമായിട്ട് നിന്നെ കിടത്തിയ ആ കിടക്ക നീ ഒന്ന് എടുക്ക്. കണ്ടോ അവിടെ എന്താ വെളിപ്പെട്ട? യേശുവിൻ്റെ വാക്കിലുള്ള അധികാരം, യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തി അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ, പ്രകൃത്യാതീതമായ ഒരു വിടുതൽ വെളിപ്പെട്ട് വരികയാണ്. ആമേൻ. ആ കിടക്കെടുത്ത് അവൻ ഹല്ലേലൂയ നടക്കാൻ തുടങ്ങി. കിടക്കെടുത്ത് നടക്കാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ. കണ്ടവരെല്ലാം അത്ഭുതപ്പെടുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റും. വിശ്വസിക്കാമോ? നീ പലർക്കും ഒരു അത്ഭുതമായി മാറാൻ പോവുക. കഴിഞ്ഞ നിമിഷം വരെ നിന്നെ കണ്ടിട്ട് നിനക്കൊരു പ്രതീക്ഷയില്ല, നിനക്കിനൊരു സാധ്യതയില്ലെന്ന് പറഞ്ഞിട്ട് നിന്നെ വിട്ടിട്ട് പോയ ചിലർ നീ എഴുന്നേറ്റ് സ്വയം പര്യാപ്തതയോടുകൂടെ നടക്കുന്നത് കണ്ട് ചില അത്ഭുതപ്പെടാൻ പോകും. ഇത് സംഭവിക്കും കേട്ടോ. ഇത് നിങ്ങളുടെ ലൈഫിൽ ഈ 24 നടന്നിരിക്കും, ഒരു സംശയമില്ല. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കുക, എൻ്റെ ലൈഫിൽ നടക്കും. അമ്മേ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ നിയോഗത്തോടെ ഞങ്ങളോട് സംസാരിച്ച് ദൈവശബ്ദത്തെ വ്യക്തതയും കൃത്യതയും ഉള്ളതായിട്ട് ഞങ്ങൾ തിരിച്ചറിയുകയും ആത്മാവി മനസ്സിലാക്കുകയും ചെയ്യുന്ന കർത്താവേ, ഇളവിനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ലൈഫിനകത്ത് അവർ തന്നെ അവരോട് പറഞ്ഞ് ഹല്ലേലൂയ മൈൻഡിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചില വിഷയങ്ങൾക്കകത്തുനിന്ന് പരിശുദ്ധാത്മ ഇപ്പോൾ പുറത്തു കൊണ്ടുവരണമേ. പരിശുദ്ധാത്മ ഇപ്പോൾ അവരെ പുറത്തു കൊണ്ടുവരണമേ. കൃപ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഒരത്ഭുതം പ്രതീക്ഷിച്ചോ കേട്ടോ. ദിവസം നടക്കും. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.